9 മണ്ഡലങ്ങളിൽ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും LDF വിജയിച്ച ചരിത്രമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതെങ്കിൽ ഇത്തവണ ആലപ്പുഴയുടെ ചിത്രം മാറുമെന്നാണ് കണക്കുകൾ പറയുന്നത്. LDFന്റെ കയ്യിലുള്ള 2 സീറ്റുകൾ കൂടി UDF പിടിച്ചെടുക്കാനാണ് സാധ്യത. ജി സുധാകരൻ ഫാക്ടറും ജില്ലയിലെ പാർട്ടിയുടെ എതിർപ്പ് അവഗണിച്ച് ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകിയതുമാണ് ജില്ലയിൽ തിരിച്ചടിയായി മാറിയത്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തൊട്ടാകെ ആഞ്ഞടിച്ചപ്പോഴും ഇളക്കം തട്ടാതെ ഇടത് കോട്ട കാത്ത ജില്ലയാണ് ആലപ്പുഴ. എന്നാൽ ആലപ്പുഴയിലെ CPM മുഖമായിരുന്ന ജി സുധാകരന്റെ പടിയിറക്കം പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കി. തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ പോലും സുധാകരൻ ഇഷ്യൂ ആയിരുന്നു CPM ചർച്ച ചെയ്തിരുന്നത്. സുധാകരൻ പാർട്ടി വിട്ടതും സ്ഥാനാർത്ഥിയായതും തിരഞ്ഞെടുപ്പിൽ CPMന് വലിയ ക്ഷീണമാകും. കുട്ടനാട് മണ്ഡലത്തിൽ ഇത്തവണ CPM സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നായിരുന്നു പാർട്ടി ജില്ലാ ഘടകത്തിന്റെ ആവശ്യം. എന്നാൽ മുന്നണി സംവിധാനത്തിൽ കോട്ടം വരാതിരിക്കാൻ സംസ്ഥാന നേതൃത്വം ഈ ആവശ്യം അംഗീകരിച്ചില്ല. നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടിയുടെ കുട്ടനാട് ഏരിയ കമ്മിറ്റിക്ക് അത്ര കണ്ട് ദഹിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത് വ്യക്തമായി നിഴലിക്കുന്നുണ്ട്. സീറ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ജില്ലയിൽ കനത്ത മത്സരം നടക്കുന്നത് കായംകുളത്താണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത മണ്ഡലമായ മാവേലിക്കരയിൽ മത്സരം ഏകപക്ഷീയമായാണ് പോകുന്നതെന്നാണ് പ്രേക്ഷകരിൽ നിന്നുള്ള പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ ON40 ന്യൂസ് വിലയിരുത്തുന്നത്. ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാൻ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇവിടെ BJPക്ക് വോട്ട് കുറയുമെന്നാണ് കണക്കാക്കുന്നത്. മാവേലിക്കരയിൽ 35,000-ന് മുകളിലുള്ള ഭൂരിപക്ഷമാണ് LDF പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ 10 മികച്ച ഭൂരിപക്ഷങ്ങളിൽ ഒന്നാവും മാവേലിക്കരയിലേതെന്നാണ് കണക്കുകൂട്ടുന്നത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ സീറ്റ് നിലനിർത്താൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്നു. 2ാം സ്ഥാനത്തേക്ക് BJP എത്തുമെന്നും വിലയിരുത്തലുണ്ട്. കായംകുളത്ത് ആര് ജയിച്ചാലും 4000-ൽ താഴെയാവും ഭൂരിപക്ഷമെന്നാണ് വോട്ടർമാരുടെ അഭിപ്രായം. പ്രതിഭയ്ക്ക് തന്നെയാണ് മുൻതൂക്കം കൽപ്പിക്കുന്നത്. കുട്ടനാട് ഇത്തവണ UDF പിടിക്കാനാണ് സാധ്യത കാണുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സിറ്റിംഗ് MLA തോമസ് കെ തോമസിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി റജി ചെറിയാൻ. ചേർത്തലയിൽ മന്ത്രി P പ്രസാദും അരൂരിൽ ദലീമയും ആലപ്പുഴയിൽ ചിത്തരഞ്ജനും വിജയിക്കാനുള്ള സാധ്യതയുള്ളപ്പോൾ അമ്പലപ്പുഴയിൽ ജി സുധാകരന് തന്നെയാണ് വിജയ സാധ്യത. ഇവിടെ 5000-ന് മുകളിൽ ഭൂരിപക്ഷം വരെ സുധാകരന് പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ഫാക്ടറും കുട്ടനാട്ടിൽ ഘടകകക്ഷി ഫാക്ടറും LDFന് വിനയായി മാറിയാൽ ജില്ലയിൽ UDFന് 3 സീറ്റുകൾ ലഭിക്കും. LDF 6 സീറ്റിലേക്ക് ഒതുങ്ങും. അടിയൊഴുക്കുകൾ വഴിത്തിരിവുകൾ ഉണ്ടാക്കുമ്പോൾ ജനഹിതം വോട്ടായി മാറാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഫലം അറിയുന്നതുവരെ കാത്തിരിക്കണം പ്രവചനത്തിലെ ശരിയും തെറ്റും വേർതിരിക്കാൻ.